വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് നടക്കുന്ന തിരുവാതിര, അതായത് പുത്തൻ തിരുവാതിരയുടെ ചടങ്ങുകളാണ്. ഇതെല്ലാം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ചെയ്യണമെന്ന് എൻ്റെ ഒരു താല്പര്യത്തിലാണ് എല്ലാവരെയും അറിയിച്ച് ഇത്രയും ഒരു ചെറിയൊരു ചുരുങ്ങിയ രീതിയിലെങ്കിലും എനിക്ക് ആഘോഷിക്കാനുള്ള. ആദ്യമായിട്ട് പുത്തൻ തിരുവാതിര തുടങ്ങുമ്പോൾ മകയിര നാളിൽ രാവിലെ തുടിച്ചു കുളിയോടെ തുടങ്ങാറുണ്ട്. ഈ തുടിച്ചു കുളിക്കാൻ പോകുന്ന സമയത്ത് പ്രത്യേക പാട്ടുകളും താളത്തോടു കൂടിയുള്ള യാത്രയാണ് ഉള്ളത്. തുടിച്ചു കുളിച്ച് വന്നു കഴിഞ്ഞാൽ മഹാദേവ പ്രീതിക്കായിട്ട് ക്ഷേത്ര ദർശനം നടത്തുകയും, അതുപോലെ മകയിര നാളിൽ ആണ് തുടിച്ചുകുളി. ഈ തുടിച്ചുകുളി കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടങ്ങാടി നേദ്യം ആണ് പ്രധാനമായിട്ടും ഉള്ളത്. മകയിര നാളിൽ എട്ടങ്ങാടി 8 കൂട്ടം കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന എട്ടങ്ങാടി നിവേദ്യമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് മകയിരം സന്ധ്യയ്ക്ക് ഉള്ളപ്പോഴാണ് എട്ടങ്ങാടി നേദിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് അരിയാഹാരം പാടില്ല എന്നുള്ളതാണ് ചിട്ട. തിരുവാതിര നക്ഷത്രത്തിൻ്റെ നാഴിക തീരുന്നത് വരെ പിന്നീട് അരിയാഹാരം കഴിക്കാറില്ല. പ്രധാനമായിട്ടും ഉള്ളി, ഉഴുന്ന് സാധനങ്ങളെല്ലാം ഒഴിവാക്കാറുണ്ട്. നേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, എട്ടങ്ങാടിയുടെ നേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വെറ്റില കരിക്ക് നേദ്യം ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വെറ്റില വധൂവരന്മാർ ഒരുമിച്ചിരുന്ന് 101 വെറ്റില രാത്രി മുഴുവൻ ഇരുന്ന് തീർക്കണം എന്നുള്ളതാണ് ചടങ്ങ്. അതിനുശേഷം കൂടിയിട്ടുള്ള അമ്മമാരും സ്ത്രീ ജനങ്ങളായിട്ടുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് പാട്ടുപാടി തിരുവാതിര കളി നടത്തുന്നു. പൂമാലയും ഗംഗാനീരും തുമ്പപ്പൂമാലയും ഗംഗാനീരും അമ്പോടെ നല്ല തുളസിപ്പൂവും അൻപോടെ നല്ല തുളസിപ്പൂവും തമ്പൂരാൻ തന്നൂടെ പൂജയ്ക്കായി തമ്പൂരാൻ തന്നു നൽ പൂജയ്ക്കായി പന്തീരോ നാഴിയുണക്കലരി പന്തേരോ നാഴിയുണക്കലരി 24 കദളിപ്പഴം 24 കദളിപ്പഴം ഇവയെല്ലാം കൂട്ടിയിട്ട് നല്ലപ്പം വാർത്തു ഇവയെല്ലാം കൂട്ടിയിട്ടു നല്ലപ്പം വാർത്തു ആർക്കാർക്കോ ഞാനിതാ കാഴ്ച വയ്പ്പു ആർക്കാർക്കൂ ഞാനീതു കാഴ്ച വയ്പ്പു. ഈ തിരുവാതിരക്കളിക്ക് ശേഷം രാത്രി 12:30 നമ്മൾ പാതിരാപ്പൂച്ചുവട് എന്ന ഒരു ചടങ്ങുണ്ട്. ഈ പാതിരാപ്പൂച്ചുവട് എന്ന് പറയുമ്പോൾ നമ്മൾ പകൽ സമയത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ദശപുഷ്പങ്ങൾ
10 പൂക്കളുണ്ട്. കറുക, മുക്കുറ്റി തുടങ്ങിയ 10 പൂക്കൾ കൊണ്ട് നമ്മൾ ഒരു വൃക്ഷച്ചുവട്ടിൽ വെക്കുകയും ആ വൃക്ഷച്ചുവട്ടിൽ നിന്നും പാട്ടുപാടി വലകോർപ്പ് എന്നുള്ളൊരു കളിയുണ്ട്. വലകോർത്ത് പൂവെടുക്കാൻ പോവുകയും ആ പൂവെടുത്ത് തിരിച്ചു വരുമ്പോൾ വഞ്ചിപ്പാട്ട് പാടി തിരിച്ചു വന്ന ഭർത്താവിൻ്റെ തലയിൽ ദീർഘസുമംഗലിയായിട്ടിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ തലയിൽ ഭാര്യയും ഭാര്യയുടെ തലയിൽ ഭർത്താവും ആ പൂ ചൂടിക്കൊടുക്കും. തൃശ്ശൂരകത്ത് ഒന്നുണ്ട് പുത്തിലങ്ങി അനിൽ അയിലഞ്ഞി പൂവറിക്കാൻ പോരിൻ പോരിൻ തോഴിമാരെ ചുവല്ലും അമ്പുമായി കണ്ണനവിടെ കാവലുണ്ട്. ചുവല്ലും അമ്പുമായി കണ്ണനവിടെ കാവലുണ്ട്. എട്ടാകും അതിലകത്ത് അയിലഞ്ഞി പൂത്തിലഞ്ഞി. ഒന്നാനാം കുന്നിന്മേലൊരടിക്കുന്നിന്മേൽ ഒന്നല്ലോ മങ്കമാർപ്പാല നട്ടു. പാലക്കിലാവന്നു പൂവന്നു കാവന്നു പാലയ്ക്കു നേർകൊടു കാർകുഴലി. രണ്ടാനാം കുന്നിന്മേൽ രണ്ടടിക്കുന്നിന്മേൽ രണ്ടല്ലോ മങ്കമാർപ്പാല നട്ടു. പാലക്കിലാവന്നു പൂവന്നു കാവന്നു പാലയ്ക്കു നേർകൊടു കാർകുഴലി. മെല്ലാം കീർത്തി കേട്ട പത്മനാഭൻ വാണരുളും. മെല്ലാം കീർത്തി കേട്ട പത്മനാഭൻ വാണരുളും. നൽത്തിരുവനന്തപുരം തന്നീലാഘോഷം. നൽത്തിരുവനന്തപുരം തന്നീലാഘോഷം. ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തക തിത്തൈതോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തക തെയ്തോ. വിളക്കെടുപ്പാൻ നാരിമാരുത്തുകൂടി അച്യുതന്റെ ഗോപുരത്തെ ചെന്നവരെല്ലാം. ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തക തെയ്തോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തക തെയ്തോ. ഓലത്തോട കൈവളകൾ താലിമാല കടകങ്ങൾ ശോഭയോടെ ഇട്ടണിയും മങ്കമാരെല്ലാം. ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തക തെയ്തോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തക തെയ്തോ. അതിനുശേഷം മംഗളം പാടി നെൽപുരാണങ്ങളെല്ലാം പാടിയിട്ട് മംഗളവും പാടി തിരുവാതിര അവസാനിപ്പിക്കുന്നു. അന്നത്തെ ദിവസം ഉറക്കൊഴിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് രാവിലെ തിരുവാതിര നക്ഷത്രം രാവിലെ ഉള്ളപ്പോൾ കൂവ കുറുക്കി അതിനെ കൂവ പായസമാക്കിയിട്ട് നേദിച്ച് ഭഗവാനെ നേദിക്കുന്നു. പുത്തൻ തിരുവാതിര ചെയ്യുന്ന സ്ത്രീയെ അല്ലെങ്കിൽ ആ കുട്ടി വധു ചെയ്യുന്നു. അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഭരണമീട്ടിയാണ് തിരുവാതിര അവസാനിപ്പിക്കാറുണ്ട്.